ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ പറളി സെൻറ്ററിൽ പറളി സ്കൂള് ഇരിക്കുന്ന ഈ ഒരു സെൻറ്റർ, പറളി പഞ്ചായത്ത് ഇവിടെയാണ്, പറളി സ്കൂൾ ഇവിടെയാണ്. സോ ഈ ഒരു സെൻറ്ററിൽ നിന്ന് നമുക്കൊരു 500 മീറ്റർ ഡിസ്റ്റൻസിൽ ഒരു 27.65 സെൻറ്റ് സ്ഥലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. സോ ഇതാണ് സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ്. ഏകദേശം 30 മീറ്ററിൽ കൂടുതൽ നമുക്ക് ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. ഇത് നമുക്ക് പറളിയിൽ നിന്ന് കുഴൽമന്നം പോകുന്ന റൂട്ടാണ്. നേരെ തൃശ്ശൂർ NH പോകണമെങ്കിൽ നമുക്കിത് പോകാം. ഇപ്പോൾ നമ്മൾ കണ്ട ഹോസ്പിറ്റൽ വന്നിട്ട് ആയുർമിത്ര ഹോസ്പിറ്റലാണ്. സോ അതിൻ്റെ നിയറസ്റ്റ് ആയിട്ട് തന്നെയാണ്, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത്. സോ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ഇത്രയും ഡിസ്റ്റൻസ് റോഡ് തന്നെ ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട്. സോ ഇതാണ്, ഇതിൽ ചെറിയൊരു ഗേറ്റോട് സെറ്റ് ചെയ്യും. ചുറ്റുവട്ടം കോമ്പൗണ്ട് വാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. ഇതാണ് പ്രോപ്പർട്ടി. 27.65 സെൻറ്റ് സ്ഥലം. നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഇത് കിഴക്ക് ഫേസ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി എടുക്കുന്നത്. റോഡിനോട് നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കിട്ടുന്നത് പാലക്കാട് കുഴൽമന്നം പറളി റോഡാണെങ്കിൽ ഇത് നമുക്ക് കോഴിക്കോട് ബൈപ്പാസ് ആകാൻ പോവുകയാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും, ഇവിടെ 5 മീറ്റർ വഴിയുള്ള ഒരു റോഡ് ഇവിടെ വീതിയിൽ വിട്ടിട്ടുണ്ട്. സോ ഈ പ്ലോട്ടിൻ്റെ 3 സൈഡും റോഡുണ്ട്. ഫ്രണ്ടിൽ നമുക്ക് ടാർ റോഡ് കിട്ടുന്നുണ്ട്, പിന്നെ ഇവിടെയും ബാക്ക് സൈഡിലും നമുക്ക് 5 മീറ്ററിൻ്റെ റോഡ് വേറെ കിട്ടുന്നുണ്ട്. സോ നല്ല വീതിയുള്ള റോഡുകൾ 3 സൈഡും ഈ പ്ലോട്ടിന് കിട്ടുന്നുണ്ട്. പ്ലോട്ട് തിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, അതുപോലെ തന്നെ വില്ലാസ് കെട്ടിക്കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു ഏരിയയാണ്. അതുപോലെ തന്നെ അത് നമുക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കണമെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. പെർ സെൻറ്റ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 5 lakh rupees. അത് നെഗോഷ്യബിളാണ്. താല്പര്യമുള്ളവർ ഇതിൽ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ പറളി സ്കൂൾ അടുത്താണ്, അതുപോലെ കോളേജുകൾ അടുത്തുണ്ട്, റെയിൽവേ സ്റ്റേഷൻ വളരെ നിയറസ്റ്റ് ആണ്. എല്ലാവിധ സൗകര്യങ്ങളും, പള്ളി, അമ്പലം, കോളേജുകൾ, പുഴ നമുക്ക് അടുത്തായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും വെള്ളത്തിന് നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. എന്തുകൊണ്ടും സൗകര്യമായിട്ടുള്ളൊരു സൂപ്പർ ഏരിയയാണ് പറളി. അപ്പോൾ പറളി മെയിൻ സെൻറ്ററിൽ നിന്ന് വെറും 500 മീറ്ററിനുള്ളിലാണ് ഈ ഒരു പ്രോപ്പർട്ടി കിടക്കുന്നത്. താല്പര്യമുള്ളവർ കോൾ ചെയ്യുക, നമുക്ക് വേണ്ട ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റും. ഓക്കെ. സോ 5 മീറ്റർ വീതിയുള്ള വഴിയാണ് നമുക്ക് 3 ഭാഗം. ഇപ്പോൾ ഇതൊക്കെ കാണുന്നത് അത്യാവശ്യം കുറച്ച് മരങ്ങൾ അതിനകത്തുള്ളൂ, കുറച്ച് തേക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ബാക്കിയൊന്നും പ്രത്യേകിച്ച് മരങ്ങളോ കാര്യങ്ങളോ അതിനകത്തൊന്നും ഇല്ല. നമുക്ക് പാലക്കാട് ടൗൺ എന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ നമുക്ക് ഇങ്ങോട്ടേക്ക് എത്താനുള്ള ദൂരമേ ഉള്ളൂ. വേറെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് ടൗണിലെത്താൻ പറ്റും. അതുപോലെ തന്നെ ഇത് കുഴൽമന്നം കോഴിക്കോട് ബൈപ്പാസ് ഈ റോഡ് ബൈപ്പാസ് ആകാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ നേരെ കോഴിക്കോട്ടേക്കുള്ള ബൈപ്പാസ്, ഇവിടെ ത്രൂ നേരെ പറളി ത്രൂ നേരെ മുണ്ടൂർ ത്രൂ അങ്ങനെ കോഴിക്കോട്ടുള്ള ബൈപ്പാസ് ആക്കാൻ പോകുന്ന ഈ റോഡ് കുഴൽമന്നം ഡയറക്റ്റ് വരുന്ന റോഡാണ്. സോ ഇനിയും ഒരുപാട് അവസരങ്ങൾ ഇവിടെ ഉണ്ടാവും. കാരണം ഇപ്പോൾ ഇത് കൊമേഴ്ഷ്യൽ പ്ലോട്ടായിട്ടും വേണമെങ്കിൽ ഈ റോഡിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് യൂസ് ചെയ്യാം. ആൾറെഡി ഇവിടെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഏരിയയ്ക്ക് നമുക്ക് ആ രീതിയിലും കൊമേഴ്ഷ്യൽ ഒരു വർക്കിനും യൂസ് ചെയ്യാം. ഇതിൻ്റെ ഓപ്പോസിറ്റിന് നമുക്കിപ്പോൾ ഒരു ആയുർമിത്ര എന്ന് പറഞ്ഞിട്ടൊരു ആയുർവേദിക് ഹോസ്പിറ്റൽ നമുക്കിവിടെ കാണാൻ പറ്റും. അവിടെ വീടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇഷ്ടംപോലെ ലൈവായിട്ടുള്ളൊരു ഏരിയ തന്നെയാണ്. സോ ഇതാണ് ഈ പ്രോപ്പർട്ടിയെക്കുറിച്ച് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതിൽ കൊടുത്തിട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട ബാക്കി വിവരങ്ങൾ കിട്ടും. ഇപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോൾ ആ ഭാഗത്ത് നിന്ന് തുടങ്ങിയ മതിൽ ഈ ലാസ്റ്റ് ഇവിടെ ഈ ചുണ്ണാമ്പടിച്ച് വെച്ചിരിക്കുന്ന പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഈ ഒരു എൻഡ് വരയ്ക്കും അതിൻ്റെ ഫ്രണ്ടേജ് ഉണ്ട്. ഏകദേശം 30 മീറ്ററിൽ കൂടുതലുണ്ട് ഫ്രണ്ടേജ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും താങ്ക്സ് ആൻഡ് ടേക്ക് കെയർ. ബൈ. അതുപോലെ നമ്മളുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ബൈ, ടേക്ക് കെയർ.